ഹായ് ഓൾ, വെൽക്കം ടു ദി ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ ടോട്ടൽ കോസ്റ്റ് കാണാൻ ഏറ്റവും നല്ല ഒരു മെത്തേഡുകളിലൊന്നായിരുന്നു വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നുള്ള ഭാഗമാണ്. ഈ ചാപ്റ്ററിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗമാണ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. എന്താണ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നും അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നും പറയാൻ പോകുന്നതിൻ്റെ മുന്നേ നമ്മൾ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ ഒരു ലിമിറ്റേഷൻസും കൂടി നമ്മൾ പറഞ്ഞിട്ട് നമ്മൾക്ക് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിലേക്ക് വരാം. വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ നമ്മൾ എങ്ങനെയാണ് കോസ്റ്റ് കാണുന്നത്? നമ്മൾ കോസ്റ്റ് കാണുന്നത് അതിൻ്റെ ബുക്ക് വാല്യൂയുടെ ബേസിലോ നിലവിലുള്ള അതിൻ്റെ ബുക്ക് വാല്യൂയുടെ ബേസിലോ അല്ലെങ്കിൽ നിലവിലുള്ള അതിൻ്റെ ടോട്ടൽ മാർക്കറ്റ് വാല്യൂയുടെ ബേസിലോ ആയിരിക്കും. വൺസ് അഗെയിൻ, നമ്മൾ ഒരു കോസ്റ്റ് കാണുന്നത് ആ ഇക്വിറ്റിക്ക് അല്ലെങ്കിൽ ആ പ്രിഫറൻസിന് അല്ലെങ്കിൽ ആ ഡിബഞ്ചറിന് നിലവിൽ ഉള്ള ഒന്നുകിൽ ബുക്ക് വാല്യൂയുടെ ബേസിസിൽ അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂയുടെ ടോട്ടൽ മാർക്കറ്റ് വാല്യൂയുടെ ബേസിസിൽ നമ്മൾ ഒരു വെയ്റ്റ് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. ആ വെയ്റ്റിനെ അതിൻ്റെ കോസ്റ്റുമായിട്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നു, എന്നിട്ട് അതിനെ ടോട്ടൽ ചെയ്യുന്നു. ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ കണ്ടിരുന്നത്. എൻ്റെ ഒരു ചോദ്യം, ഇപ്പോൾ കമ്പനി കഴിഞ്ഞ വർഷത്തെ അതേ ബേസിസിലാണോ അല്ലെങ്കിൽ അതേ പ്രൊപ്പോർഷനാണോ പുതിയ ഫണ്ട് അക്വയർ ചെയ്യുക? അപ്പോൾ കമ്പനിക്ക് പുതിയൊരു ഫണ്ട് ആവശ്യമാണെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപ കമ്പനിക്ക് ആവശ്യമാണ്. കമ്പനി കഴിഞ്ഞ വർഷത്തെ ഇക്വിറ്റി എത്രയാണ് അല്ലെങ്കിൽ അതിൻ്റെ ഡെപ്റ്റ് എത്രയാണ് അല്ലെങ്കിൽ പ്രിഫറൻസിൻ്റെ പ്രപ്പോർഷൻ എത്രയാണ്, അതേ ബേസ് എടുത്തുകൊണ്ടായിരിക്കുമോ പുതിയ ഫണ്ടും അക്വയർ ചെയ്യുന്നത്? അതേ പറയാം, കഴിഞ്ഞ വർഷം ഇക്വിറ്റി 50, ദെൻ ഡെപ്റ്റ് 25, പ്രിഫറൻസ് 25, ഇതേ പ്രപ്പോർഷൻ ഇത്രയായിരുന്നു ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഉണ്ടായിരുന്ന സാധനങ്ങളെന്ന് വിചാരിക്കുക, ഐറ്റംസുകൾ, ഫിനാൻഷ്യൽ അസറ്റുകളെന്ന് വിചാരിക്കുക. ഇതേ പ്രപ്പോർഷൻ ആവുമോ പുതിയൊരു ഫണ്ട് അക്വയർ ചെയ്യുമ്പോൾ കമ്പനി തിരഞ്ഞെടുക്കുന്നത്? ആണെങ്കിൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും സെയിം ആയിരിക്കും, നമുക്കൊന്നും ചെയ്യേണ്ടതില്ല. ഇനി അങ്ങനെ ആവണമെന്ന് ഒരു നിർബന്ധവുമില്ല. ചിലപ്പോൾ കഴിഞ്ഞ വർഷം ഇക്വിറ്റിക്ക് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടാകും. കൂടുതൽ ഇക്വിറ്റി ആയിരിക്കും കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഉണ്ടാവുക. നമ്മൾ പുതിയ ഒരു ഓപ്പർച്യൂണിറ്റി, പുതിയൊരു ഫണ്ട് അക്വയർ ചെയ്യേണ്ട ആവശ്യം വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ കൂടുതൽ ഏതിന് പ്രാധാന്യം കൊടുത്തേക്കാം? ഇക്വിറ്റിയേക്കാളും ചിലപ്പോൾ ഡെപ്റ്റിനോ അല്ലെങ്കിൽ പ്രിഫറൻസിനോ പ്രാധാന്യം കൊടുത്തേക്കാം. അങ്ങനെ വരുമ്പോൾ പഴയ അതേ ബേസിസിലല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, പുതിയ ഫണ്ട് അക്വയർ ചെയ്യുന്നത്. അപ്പോൾ പഴയ വെയ്റ്റ് എടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. പഴയ ബുക്ക് വാല്യൂ എടുത്തുകൊണ്ട് നമുക്കതിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. പഴയ അതിൻ്റെ മാർക്കറ്റ് വാല്യൂ എടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെയോ പകരം പുതിയ വരുന്ന പ്രപ്പോർഷൻ എത്രയാണ്, പുതുതായി കമ്പനി അക്വയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫണ്ടിൻ്റെ ഡെപ്റ്റിൻ്റെയും ഇക്വിറ്റിയുടെയും പ്രിഫറൻസിൻ്റെയും എല്ലാം പ്രപ്പോർഷൻ എത്രയാണ് എന്ന് നോക്കിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി എന്താണ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്? വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ന്യൂ അഡീഷണൽ ക്യാപിറ്റൽ. വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ന്യൂ ഓർ അഡീഷണൽ ക്യാപിറ്റൽ. നമ്മൾ പുതിയ അഡീഷണൽ ക്യാപിറ്റൽ നമ്മൾ സ്വീകരിക്കുമ്പോൾ അതിൻ്റെ വെയ്റ്റിൻ്റെ ആവറേജ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്രപ്പോർഷനാണ്, ഇതൊരു പെർസെൻറ്റേജ് ആണ്, ഒരു പ്രപ്പോർഷനാണ്. ഇതിൻ്റെ ബൈ വിച്ച് ന്യൂ സോഴ്സ് ആർ റൈസ്ഡ്. പുതിയ സോഴ്സ് ഓഫ് ഫണ്ട് നമ്മൾ റൈസ് ചെയ്യുന്നതിൻ്റെ പ്രപ്പോർഷനും കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഒരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിത് സിമ്പിളായിട്ട് മനസ്സിലാവും. ഒരു പ്രോബ്ലം നോക്കൂ. നിലവിലുള്ള കമ്പനിയുടെ സോഴ്സാണ് കാണിച്ചിരിക്കുന്നത്, ഫിനാൻഷ്യൽ അസറ്റുകളുടെ ഡെപ്റ്റ്, ദെൻ പ്രിഫറൻസ്, ഇക്വിറ്റി. ഡെപ്റ്റ് നമുക്ക് 4,50,000 ഉണ്ടായിരുന്നു, പ്രിഫറൻസ് 3,75,000 ഉണ്ടായിരുന്നു, ദെൻ ഇക്വിറ്റി 6,75,000 ഉണ്ടായിരുന്നു. ദെൻ ടോട്ടൽ ചെയ്യുന്ന സമയത്ത് 15 lakh ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ നമ്മുടെ നിലവിലുള്ള ഈ ഫിനാൻഷ്യൽ അസറ്റുകളുടെ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്.
ഇതെത്രയാണ് ഇതിൻ്റെ പ്രൊപ്പോർഷൻ നോക്കുന്ന സമയത്ത് നോക്കൂ 4,50,000 ഡിവൈഡ് ബൈ 15 lakh 30% ആണ് അല്ലേ. അന്ന് നമുക്ക് എത്രയാണ് 30% ഡെപ്റ്റ്, ദെൻ ഓരോന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 30% ഡെപ്റ്റ്, ദെൻ 3,75,000 into 15 lakh divided by 100 25%, then 45%, equity 45, preference 25, ഡെപ്റ്റ് 30. ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഈ പ്രൊപ്പോർഷൻ ആയിരുന്നു പണ്ടുണ്ടായിരുന്നത്. ഓക്കെ, അതായത് ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറിൽ 30% ഡെപ്റ്റും 25% പ്രിഫറൻസും 45% ഇക്വിറ്റി ആയിരുന്നു നിലവിലുള്ള കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറുള്ള സാധനങ്ങളെന്ന് പറയുന്നത്. അതിൻ്റെ കോസ്റ്റ് തന്നിട്ടുണ്ട് 7%, 10% ആൻഡ് ദി 15%. എല്ലാം പെർസെൻറ്റേജിലാണ്. ഓക്കെ, 15%. ദെൻ ഇനി നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ദ ഫേം വിഷസ് ടു റൈസ്. ആ ഫേമിന് എന്ത് ചെയ്യണം? അവർ റൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഫർദർ 6 lakh ഫോർ ദി എക്സ്പാൻഷൻ ഓഫ് ദി എക്സ്പാൻഷൻ. അതായത് ബിസിനസ്സിൻ്റെ എക്സ്പാൻഷന് വേണ്ടിയിട്ട് 6 ലക്ഷം രൂപ ആ കമ്പനി എന്ത് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്? റൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എന്നിട്ടോ ഇൻ ദിസ് ഫോളോയിങ് മാനർ അതിൽ ഡെപ്റ്റ് 3 lakh, 3 ലക്ഷം രൂപ ഡെപ്റ്റായിട്ടും 1,50,000 രൂപ പ്രിഫറൻസ് ആയിട്ടും 1,50,000 രൂപ ഇക്വിറ്റി ആയിട്ടാണ് റൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് നിങ്ങളോട് എന്ത് കാണാൻ പറഞ്ഞു? വെയ്റ്റഡ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ്. ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ആദ്യം ചെയ്യേണ്ടത് കമ്പനിയുടെ നിലവിലുള്ള പ്രൊപ്പോർഷൻ കാണുക. വെയ്റ്റഡ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അനുസരിച്ച് പുതിയ പ്രൊപ്പോർഷൻ കാണുക. ആ പ്രൊപ്പോർഷനെ അതിൻ്റെ കോസ്റ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം പ്രൊപ്പോർഷൻ എങ്ങനെയാണ് കാണുന്നത്? അത് നമ്മൾ പുതിയ ഫണ്ട് അക്വയർ ചെയ്യുന്നതിൻ്റെ ബേസിസിലാണ്. പുതിയ ഫണ്ട് എങ്ങനെയാണോ അക്വയർ ചെയ്യുന്നത് അതിൻ്റെ ബേസിസിലാണ് പ്രൊപ്പോർഷൻ കാണേണ്ടത്. അപ്പോൾ ടോട്ടൽ നമ്മൾ എത്രയാണ് ഫണ്ട് അക്വയർ ചെയ്യുന്നത്? 3+ നമ്മൾ പറഞ്ഞിട്ട് 6 lakh ആണ് അക്വയർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൊപ്പോർഷൻ കാണും. ഓക്കെ, നമ്മൾ വർക്കിംഗ് നോട്ട് കൊടുക്കുക. ദെൻ ഡെപ്റ്റ്, ആദ്യം ഡെപ്റ്റിൻ്റെ പ്രൊപ്പോർഷൻ കാണുക. ഡെപ്റ്റ് എത്രയാണ്? 3 lakh ഡിവൈഡഡ് ബൈ 6 lakh അല്ലേ. 3 lakh ഡിവൈഡ് ബൈ 6 lakh into 100. അപ്പോൾ നമുക്ക് 15% ആയിരിക്കും ഒരു പുതിയ, അതായത് ന്യൂ ഫണ്ട് അക്വയർ ചെയ്തതിന് ശേഷമുള്ള ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെപ്റ്റിൻ്റെ പോർഷൻ. ന്യൂ ഫണ്ടിൽ ഡെപ്റ്റിൻ്റെ പോർഷൻ എന്ന് പറയുന്നത് 15% ആയിരിക്കും. ഇനി ന്യൂ ഫണ്ടിൽ പ്രിഫറൻസിൻ്റെ പോർഷനോ 1,50,000 ഡിവൈഡഡ് ബൈ 6 lakh into 100. 1,50,000 ഡിവൈഡ് ബൈ 6, ടോട്ടൽ 6 ആണ്. 6 lakh into 100 25%. റൈറ്റ്. സെയിം തന്നെ ആയിരിക്കും ഇക്വിറ്റിക്ക്. 1,50,000 എന്നാണ് ഇക്വിറ്റി. 1,50,000 ഡിവൈഡ് ബൈ 6 into 100 ഈസ് ഈക്വൽ ടു 25%. അപ്പോൾ നമുക്ക് മൂന്നിൻ്റെയും എന്ത് കിട്ടി? പ്രൊപ്പോർഷൻ കിട്ടി, പെർസെൻറ്റേജ് കിട്ടി. 50, 25 and 25. ഓക്കെ, ഇനി നമുക്ക് അത് കാൽക്കുലേറ്റ് ചെയ്യാം. വെയ്റ്റഡ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന ഹെഡിങ് കൊടുക്കുക. ദെൻ സോഴ്സ് ഓഫ് ഫണ്ട് ഏതൊക്കെയാണ്? ഡെപ്റ്റ്, പ്രിഫറൻസ്, ഇക്വിറ്റി. ഓക്കെ, നമ്മുടെ പുതിയ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് 15, 25 and 25. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ 0.5, 0.25, 0.25 എന്നും എടുക്കാം. റൈറ്റ്. ദെൻ ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് നമുക്ക് കോസ്റ്റിൽ തന്നിട്ടുണ്ട്. എത്രയാണ് കോസ്റ്റ്? 7, 10, 15. 7, 10, 15. ദെൻ ഇനിയോ 15 into 7, 25 into 10 and 25 into 15. ഇതിന് രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതിന് രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. ഡിവൈഡഡ് ബൈ ഇത് വേണമെങ്കിൽ നമുക്ക് പ്രൊപ്പോർഷൻ മാർജിൻ അല്ലേ, എം എന്നും സി എന്നും, എം ഇൻറ്റു സി ഡിവൈഡഡ് ബൈ 100. ഓക്കെ, എം ഇൻറ്റു സി ഡിവൈഡഡ് ബൈ 100. ഓക്കെ, അപ്പോൾ 15 into 7 divided by 100 3.5. 25 into 10 250 divided by 100 2.5. Then 25 into 15 divided by 100 3.75. Then total 9.75 ആയിരിക്കും ഇതിൻ്റെ വെയ്റ്റഡ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. വെയ്റ്റഡ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ,
വളരെ സിമ്പിളാണ്, ഒന്നുമില്ല. പുതിയ പ്രൊപ്പോർഷൻ കാണുക, അതിനെ കോസ്റ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. പുതിയ പ്രൊപ്പോർഷൻ കാണുക, കോസ്റ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അതിനെ ടോട്ടൽ ചെയ്യാം. ദാറ്റ്സ് ഓൾ. ഓക്കെ, ഇതാണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇതോടുകൂടി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്ന പോർഷൻ നമ്മൾ എന്ത് ചെയ്തു, കവർ ചെയ്തു.